മർദ്ദനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തുവരുന്നത് ആഭ്യന്തര വകുപ്പിന് തലവേദനയാകുന്നു. പരാതികൾ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്നതും സർക്കാരിന് വെല്ലുവിളിയാണ്. തൃശൂർ കുന്നമംഗലത്ത് ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതുവരെ സമരം ചെയ്യാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരായി സസ്പെൻഡ് ചെയ്തു. അതുപോരാ, അവരെ സർവീസിൽ നിന്ന് നീക്കണം. സർവീസിൽ തുടരാൻ യാതൊരു അർഹതയില്ലാത്തവരാണ്. ഇത് വീണ്ടും വരികയാണ്. പീച്ചിയിൽ ഹോട്ടലിലെ ഉടമയുടെ മകനെയും മാനേജരെയും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുക, എന്നിട്ട് സെറ്റിൽ ചെയ്യുക, 5 ലക്ഷത്തിന് സെറ്റിൽ ചെയ്യുക. അപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. ഒന്നിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല. പറയാതെ മാറി നീക്കുകയാണ്, ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയമാണ്. പ്രതിപക്ഷമാണെങ്കിൽ ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. ഇതിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുമെന്നും അറിയിക്കുന്നു. ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി ഇതിൽ ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല. ദിവസങ്ങളായാലും ഇപ്പോൾ ഓരോ ദൃശ്യങ്ങളായി ഓരോ ദിവസവും മണിക്കൂർ കണക്കിന് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇതിൽ ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്? റോഷ്നി, ഇതിൽ ഗുരുതരമായ വിഷയമാണ് സംഭവിച്ചത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അതിൽ ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയതുമില്ല. പക്ഷേ പോലീസ് ഉന്നതങ്ങളിലേക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് കർശന നടപടി ഉണ്ടാകണം എന്നുള്ളതാണ്. അധികം താമസം ഉണ്ടായിക്കൂടാ എന്ന നിർദ്ദേശം കൂടി അവർക്കുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിന്മേൽ 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് 4 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത്. പക്ഷേ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ പിറകോട്ടില്ല, ഇവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം, ഇവരുടെ കാക്കി ഉയരണം എന്ന നിലപാടുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഉറപ്പായും ആഭ്യന്തര വകുപ്പും സർക്കാരും ഈ വിഷയത്തിൽ കടുത്ത പ്രതിരോധത്തിലാണ്, പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനും BJPക്കും സർക്കാരിനെതിരെ അടിക്കാൻ പറ്റുന്ന ഒരു വടിയായി ഇത് മാറി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സെപ്റ്റംബർ 15-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ വലിയ കോലാഹലം ഇതിൻ്റെ പേരിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ആദ്യ കസ്റ്റഡി മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും കസ്റ്റഡി മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നു. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ പോലീസിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്തെത്തി. മുൻ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ കൂടിയും ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം പ്രവർത്തികർ ഉണ്ടായി, അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് SFIയുടെ മുൻ നേതാവ് രംഗത്തെത്തി. അങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അത് ആഭ്യന്തര വകുപ്പിന് തലവേദനയാകുന്നു, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു എന്നതാണ് റോഷ്നി.